ഇന്നത്തെ വചനചിന്ത, താങ്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. താങ്കൾക്ക് നഷ്ടപ്പെട്ടതിന് 100 മടങ്ങായി ദൈവം തിരികെ നൽകും. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് താങ്കൾക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. അത് ആര് തടസ്സം നിന്നാലും താങ്കൾക്ക് തന്നെ വന്നു ചേരും. ലോകം മുഴുവൻ താങ്കൾക്കെതിരായാലും എൻ്റെ ദൈവം അറിയാതെ താങ്കൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. വിളിച്ചു പറയണം, യേശു എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്തിന് ഞാൻ ഭയപ്പെടണമെന്ന്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. യേശുവിനോട് പറയണം, കർത്താവെ, അങ്ങറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നെ പരിപാലിക്കുന്നതിനായി നന്ദി. കൂടെയുണ്ടെന്ന് വിശ്വസിച്ചവർ അകന്നു മാറുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഒന്നുകൂടെ തിരിച്ചറിയണം. കഷ്ടതയിലും കണ്ണുനീരിലും കർത്താവ് മാത്രമേ കൂടെയുണ്ടാകൂ. 62-ാം സങ്കീർത്തന പുസ്തകം 5-ാം തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു: എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ദൈവകരങ്ങളിൽ സുരക്ഷിതനാണ്. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അതിനാൽ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഞാനിന്ന് ജീവനോടുകൂടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, നീതി ദേവി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, എന്തു ഭവിക്കുമെന്നറിയുവാൻ നോക്കി നിന്നവരെ കൊണ്ട് തന്നെ അവൻ ഒരു ദേവനെന്ന് പറഞ്ഞുവെങ്കിൽ, പൗലോസ് ദൈവത്തിൻ്റെ മകനെന്ന് മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞുവെങ്കിൽ, താങ്കൾക്ക് എന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി കണ്ട് അവർ തന്നെ പറയും, ദൈവത്താൽ മാത്രം സാധ്യമാണ്. ഇവൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെന്ന്. ചുറ്റിലും ശത്രുക്കൾ വന്നോട്ടെ, മുന്നിൽ ചെങ്കടലിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിന് യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഭക്തനായ മോശ വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയണം. ഏതവസ്ഥയിലും ദൈവത്തെ ആശ്രയിക്കണം. പ്രതിസന്ധികളിൽ ഇനി ഒരിക്കലും കാണാതെ വണ്ണം അതിൻ്റെ മുകളിൽ ദൈവം മഹത്വം വെളിപ്പെടുത്തും. മോശ വിളിച്ചു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി അവരെ വിടുവിച്ചെങ്കിൽ, പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കാത്തിരിക്കുക. ഭക്തനായ യോസേഫിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, തൻ്റെ സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയെങ്കിലും അവരുടെ മധ്യത്തിൽ യഹോവ യോസേഫിനെ മാനിച്ചു. താങ്കളുടെ കൂടെയുള്ളവർ താങ്കളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാലും താങ്കളെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ താങ്കളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാകുന്നു. ദൈവത്തിൻ്റെ വാക്കിന് മറുചോദ്യം ചോദിക്കാതെ പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ദൈവിക പ്രവൃത്തിയെ രുചിച്ചറിയുവാൻ സാധിക്കും. ഭക്തനായ നോഹ തൻ്റെ ജീവിതത്തിൽ മഴ കണ്ടിട്ടില്ല, പ്രളയം കണ്ടിട്ടില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കിന് നോഹ പെട്ടകം പണിയുവാൻ തയ്യാറായപ്പോൾ നോഹയ്ക്കും കുടുംബത്തിനും അത് ജീവരക്ഷയ്ക്കായി തീർന്നുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും താങ്കളുടെ കണ്ണാൽ കാണത്തില്ലെങ്കിലും സകലത്തെയും കാണുന്ന അറിയുന്ന ദൈവത്തിൻ്റെ വാക്കിന് പ്രവർത്തിക്കുവാൻ തയ്യാറായാൽ ആ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി കാരണമാകും. 4-ാം സങ്കീർത്തന പുസ്തകം 1-ാം തിരുവചനത്തിൽ ഭക്തനായ ദാവീദ് തന്ത്രനാദത്തോടു കൂടെ പാടിയത് ഇപ്രകാരമാണ്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാമോ? എനിക്ക് വിശാലത നൽകണമേ, എനിക്ക് കൃപ നൽകണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. അതെ, പ്രാർത്ഥന കേട്ട് താങ്കളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സംഭവിക്കട്ടെ. യേശുവിൻ്റെ കരം ചലിപ്പാൻ പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവ് താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.